السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين الفائزين برضا الله. ما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إلا رحمة منا ومتاعا إلى حين. وإذا قيل لهم اتقوا ما بين أيديكم وما خلفكم لعلكم ترحمون. صدق الله مولانا العظيم. പ്രിയമുള്ള സത്യവിശ്വാസികളെ, പരിശുദ്ധമായ സൂറത്ത് യാസീനിലെ 45-ാമത്തെ ആയത്താണ്. ഈ രണ്ടായത്തുകളാണ് ഞാനിവിടെ ഓതി വെച്ചത്. ഇന്നലെ കഴിഞ്ഞ ദിവസം പറഞ്ഞത് അല്ലാഹു തആല തന്നെ മനുഷ്യരോട് ഒരു വെല്ലുവിളി നടത്തുകയാണ്. നാം ഉദ്ദേശിക്കുകയാണെങ്കിൽ നുഗ്രിക്കുഹും, അവരെ നാം മുക്കിക്കളയും കടലിൽ. ഫലാ സരീഖ ലഹും, ഏത് രൂപത്തിലാ മുക്കിക്കളയുന്നത്? അങ്ങനെ മുക്കിക്കളയുകയാണെങ്കിൽ കടലിന്റെ ആഴങ്ങളിലേക്ക് അവരെ താഴ്ത്തിക്കൊണ്ടു പോവുകയാണെങ്കിൽ ഫലാ സരീഖ ലഹും, അവർക്ക് പിന്നെ സഹായിക്കാൻ ഒരാളും വരില്ല. അവരെ നിലവിളികളോ ഒച്ചകളോ നിലവിളി ശബ്ദങ്ങളോ ഒന്നും ആരും കേൾക്കുകയില്ല. ആ വിധം അല്ലാഹു അവരെ താഴ്ത്തിക്കളയും. മലാഹും മിൻ ഖദൂൻ, അവരെ രക്ഷപ്പെടുത്തുകയില്ല, അവർ രക്ഷപ്പെടുകയില്ല എന്ന് അല്ലാഹു തആല പറയുന്നു. അതിന് തൊട്ട് ശേഷം അതിനോട് ചേർന്നായി അല്ലാഹു തആല പറയുന്നു, ഇല്ലാ റഹ്മത്തൻ മിന്നാ വമതാഅൻ ഇലാഹി. അല്ലാഹു തആല എന്ത് ചെയ്യും? രക്ഷപ്പെടുത്തും. അല്ലാഹു താഴ്ത്തിക്കളയാതെ എന്ത് ചെയ്യും? അല്ലാഹു തആല പിടിച്ചു നിർത്തും. ആരെ? ഒരു വിഭാഗം ആളുകളെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പറയുന്നു, ഇല്ലാ റഹ്മത്തൻ മിന്നാ വമതാഅൻ ഇലാഹി. നമ്മുടെ ഭാഗത്ത് നിന്നുള്ള കരുണയും അതുപോലെ തന്നെ ഒരു നിശ്ചിത കാലം വരെ അല്ലാഹു തആല അവർക്ക് ജീവിത സുഖം ആസ്വദിക്കാനുള്ളൊരു അവസരം കൂടി അല്ലാഹു തആല ഇട്ടുകൊടുക്കും. ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയല്ലാതെ അല്ലാഹു തആല അവരെ രക്ഷപ്പെടുത്തില്ല. അല്ലാഹു രക്ഷപ്പെടുത്തുന്നുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ അതിയായ വലിയ കാരുണ്യമുണ്ടാകണം. അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ കിരണം ആ സമുദായത്തിലേക്ക് അല്ലെങ്കിൽ ആ വിഭാഗത്തിലേക്ക്, ആ അവജ്ഞ കാണിക്കുന്ന അല്ലെങ്കിൽ നന്ദികേട് കാണിക്കുന്ന, കൽപ്പനകളെ ധിക്കരിക്കുന്ന, ദൃഷ്ടാന്തങ്ങളെ വില കുറച്ച് കാണുന്ന വിഭാഗത്തെ അല്ലാഹു തആല രക്ഷപ്പെടുത്തണമെങ്കിൽ, അവരെ മുക്കിക്കൊല്ലാതിരിക്കണമെങ്കിൽ, അവരിലേക്ക് വലിയ പരീക്ഷണങ്ങളിട്ട് അവരെ നശിപ്പിച്ച് കളയാതിരിക്കണമെങ്കിൽ ഏതില്ലാതെ പറ്റില്ല? ഇല്ലാ റഹ്മത്തൻ, ഒന്നെങ്കിൽ അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ എന്തോ ഒരു വകുപ്പ് അവർക്ക് കിട്ടാൻ മാത്രം എന്തെങ്കിലും അവർ ചെയ്തിട്ടുണ്ടാകും. ഇനി അതല്ല ഇത്രത്തോളം അവഗണനയും അത്രത്തോളം നന്ദികേടും കാണിച്ചിട്ടും അവർക്കൊന്നും ഇല്ലെങ്കിൽ നമ്മൾ എന്ത് മനസ്സിലാക്കുക? അല്ലാഹുവിന്റെ കാരുണ്യം ഒന്ന് മനസ്സിലാക്കരുത്. ഒരു സമയം വരെ അങ്ങ് പോട്ടെ, എവിടം വരെ പോവെന്നറിയാലോ.
അവനങ്ങ് ആസ്വദിച്ചോട്ടെ, അതാണ് അതിന്റെ അർത്ഥം. മത്താഅൻ ഇലാഹി, ഒരു ജീവിത സുഖം അനുഭവിക്കാൻ അല്ലാഹു തആല എന്ത് ചെയ്യും? ഒരവസരം കൊടുക്കും. പോണെടുത്തോളം പോട്ടെ, ഏതുവരെ പോകുമെന്നറിയാലോ എന്ന് അല്ലാഹു തആല ഇവിടത്തിൽ ഓതി വെക്കുന്നു. ഇല്ലാ റഹ്മത്തൻ മിന്നാ വമത്താഅൻ ഇലാഹി, അല്ലാഹുവിന്റെ കാരുണ്യം കൊണ്ടല്ലാതെ, ഇനി അതല്ലെങ്കിൽ ഒരു ജീവിത സുഖം അവർക്ക് അല്ലാഹു തആല അനുവദിച്ച് നൽകുക എന്നതിലല്ലാതെ അവർ രക്ഷപ്പെടുകയില്ല എന്ന് പരിശുദ്ധമായ ഖുർആൻ. ഇനി അതിന്റെ തൊട്ടുടനെ അല്ലാഹു തആല പറഞ്ഞു വെക്കുന്നു, വഇദാ ഖീല ലഹുമുത്തഖൂ وَإِذَا قِيلَ لَهُمُ اتَّقُوا مَا بَيْنَ أَيْدِيكُمْ وَمَا خَلْفَكُمْ لَعَلَّكُمْ تُرْحَمُونَ. وَإِذَا قِيلَ لَهُمْ, ആ ഒരു വിഭാഗം ജനങ്ങളോട് അല്ലെങ്കിൽ മനുഷ്യരോടായി പറയപ്പെട്ട് കഴിഞ്ഞാൽ, എന്തെന്ന് പറയപ്പെട്ട് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് മുമ്പുള്ളതിനെയും വൈദാ ഖീല ലഹുമുത്തഖൂ, നിങ്ങൾ സൂക്ഷിക്കണോട്ടോ, നിങ്ങൾ സൂക്ഷിക്കണം, അങ്ങേയറ്റം നിങ്ങൾ ശ്രദ്ധയിലാകണം നിങ്ങളുടെ ജീവിതം. എങ്ങനെ? വൈദാ ഖീല ലഹുമുത്തഖൂ മാ ബൈന ഐദീകും വമാ ഖൽഫകും, മാ ബൈന ഐദീകും, നിങ്ങൾക്ക് മുമ്പുള്ളതിനെ നിങ്ങൾ സൂക്ഷിക്കണം, വമാ ഖൽഫകും, നിങ്ങൾക്ക് പിന്നിലുള്ളതിനെയും നിങ്ങൾ സൂക്ഷിക്കണം. എന്തിനു വേണ്ടിയില്ല? അല്ലക്കും തുർഹമൂൻ, നിങ്ങൾ കരുണയുള്ളവരായി തീരാൻ വേണ്ടിയിട്ട്. ഇതിന്റെ വിശദീകരണം നമ്മൾ പഠിക്കണം, എങ്കിലാണ് നമുക്ക് ഈ ആയത്ത് മനസ്സിലാവൂ. ആ വിഭാഗം ജനങ്ങളോടായി അല്ലാഹു തആല പറയും, നിങ്ങൾ സൂക്ഷിക്കട്ടോ, നിങ്ങളിങ്ങനെ കണ്ടതുപോലെ അങ്ങ് ജീവിക്കല്ലേ. ദുനിയാവിലെ എല്ലാ സുഖരസങ്ങളിലും മതിമറന്ന് അതിൽ വല്ലാതെ കണ്ട് നിങ്ങൾ ആണ്ട് പൂണ്ട് ദുനിയാവിലെ എല്ലാ രസങ്ങളിലും നിങ്ങൾ അനുഭവിച്ച് പരലോകത്തെ മറന്ന് റബ്ബിനെ മറന്ന് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ വില കുറച്ച് കണ്ട് നിങ്ങൾ ജീവിക്കല്ലേ. നിങ്ങൾ സൂക്ഷിച്ച് ജീവിക്കുക. മാ ബൈന ഐദീകും വമാ ഖൽഫകും ലഅല്ലകും തുർഹമൂൻ. നിങ്ങൾ എന്താണ്? കരുണയുള്ളവരായി തീരാൻ വേണ്ടിയിട്ട് നിങ്ങൾ അങ്ങനെ ജീവിക്കുക എന്നവരോട് പറയപ്പെട്ടാൽ, ഒരു ചോദ്യമാണ്, മറുപടി ഇതിൽ നിന്ന് കണ്ടെത്തണം. ഈ അവരുടെ മറ്റൊരു വിഭാഗം, മറ്റൊരു വിശേഷണം പറയുകയാണ്. അവരോട് ഇങ്ങനെ എന്ത് ചെയ്യും? മന്ത്രം ഓതിക്കൊണ്ടേയിരിക്കും, അവരിങ്ങനെ ഉപദേശിച്ചു കൊണ്ടേയിരിക്കും. നിങ്ങളൊന്ന് നന്നാക്, നിങ്ങളൊന്ന് സൂക്ഷിക്ക്, ഇങ്ങനെ ജീവിക്കല്ലേ. നിങ്ങളിങ്ങനെ രക്ഷപ്പെടുത്തിയത് കൊണ്ട്, അള്ളാന്റെ കാരുണ്യം കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടതാണ്. റബ്ബെനിക്ക് വലിയ നിഅമത്ത് തന്നതിന്റെ പേരിലാണ് ഇന്ന് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. പലിശക്കാരൻ പലിശയുമായി ബന്ധപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. അവന്റെ ജീവിതത്തിൽ ഒന്നും ഒരു രോഗമോ അല്ലെങ്കിൽ കുടുംബത്തിലെ പ്രതിസന്ധിയോ പ്രയാസമോ ഒന്നുമില്ല. എന്നാൽ അയൽവാസിയായ സത്യസന്ധതയോടുകൂടി വളരെ നല്ല ചുറ്റുപാടിൽ ജീവിക്കുന്ന അവന്റെ സഹോദരന് വലിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വരുമ്പോൾ അവൻ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നു, അവ പലിശ കുഴപ്പമൊന്നുമില്ല. പള്ളിയിലും പോയി നിസ്കാരമായിട്ട് കിടക്കുന്ന, അല്ലെങ്കിൽ പള്ളി പരിപാലന സമിതിയായിട്ട് കിടക്കുന്ന, അല്ലെങ്കിൽ അവർ പരിപാലന സമിതിയിൽപ്പെട്ട വ്യക്തിക്ക് എന്തോരം അദാബുകളാവുന്നേക്കണേ. ഞാൻ പലിശാടി, എങ്കിൽ ആദ്യം അമ്മ എന്നെയല്ലേ ശിക്ഷിക്കേണ്ടത്? ഞാനല്ലേ പലിശ പാടില്ല എന്ന് പറഞ്ഞിട്ടും പലിശയുമായി ബന്ധപ്പെടുന്നത്? ഉദാഹരണം പറഞ്ഞാൽ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാടില്ലാത്ത കാര്യം ചെയ്യുന്നുണ്ടെന്ന് അവന്റെ മനസ്സിൽ ബോധമുണ്ട്. പക്ഷെ അവനിക്ക് മാനസികമായി അവനിക്ക് അല്ലെങ്കിൽ കുടുംബപരമായി ഒരു പ്രയാസവും വലിയൊരു പ്രയാസങ്ങളൊന്നുമില്ല. അപ്പൊ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നു, പടച്ചവൻ കാരുണ്യവാനല്ലേ, മുഖം പുറത്തു തരും, അല്ലെങ്കിൽ അതിന്റെ കാരുണ്യത്തിലായിരിക്കും ഞാൻ എന്ത് ചെയ്യുന്നത്, മുന്നോട്ട് പോകുന്നതെന്ന് ചിന്തിക്കണ്ട. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് അല്ലാഹുവിന്റെ കാരുണ്യം, അള്ളാന്റെ. മറ്റൊന്ന് അങ്ങ് പോണെടുത്തോളം പോട്ടെ, ഇലാമത്ത അനിലാഹി, ഒരവസരം നിനക്കുണ്ട്. നന്നാകുന്നെങ്കിൽ നന്നാക്കിക്കോ, അല്ലെങ്കിൽ നന്നായിക്കോ, അല്ലെങ്കിൽ ഒരു സമയം ഒരു പിടുത്തം പിടിക്കും എന്നാണ് അതിന്റെ അർത്ഥം. ഇനി അവരോട് ഇങ്ങനെയും പറയും, ആ സമയത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ സൂക്ഷിക്ക്, നിങ്ങൾ കഴിഞ്ഞുപോയ ആളുകളുടെ പതനം നിങ്ങൾ ശ്രദ്ധിക്ക്, ഇനി വരാൻ പോകുന്ന ഖിയാമത്ത് നാളിന്റെ അദാബുകളെ പറ്റി നിങ്ങളൊന്ന് ചിന്തിക്ക്, ഭയപ്പെട്. എന്തിനു വേണ്ടി? അള്ളാന്റെ കാരുണ്യം കിട്ടാൻ വേണ്ടി എന്നും അവരോട് പറയപ്പെട്ടാൽ എന്താണ് അവർ തിരിച്ചു ചെയ്യുന്ന മറുപടി എന്ന് നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ പറയാം. അല്ലാഹു തആല
കാര്യങ്ങൾ മനസ്സിലാക്കി അമൽ ചെയ്യാൻ തൗഫീഖ് പ്രദാനിക്കുമാറാകട്ടെ. മരണപ്പെട്ടുപോയവർക്ക് മഗ്ഫിറത്ത് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.